വെയിലായതുകൊണ്ട് ഒരുപാട് വെയിലടിക്കുന്നുണ്ടൊക്കെ ഇങ്ങനെ ദാണ്ട് ഇതും 15 രൂപ കൊടുത്ത് തൈ വാങ്ങി വെച്ച മുളക് തൈയാണ്. പൂവിട്ടിട്ടുണ്ട്, നിറച്ച് പൂ കാണുന്നുണ്ട്. പക്ഷെ കുറച്ചൊക്കെ വാട്ടലൊക്കെ വന്നു പോയി, വെയിലായതുകൊണ്ട് ഇലയൊക്കെ പൊഴിഞ്ഞു പോയി. എങ്കിലും അത് നന്നായിട്ട് പൂക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഞാൻ നിർത്തിയതാണ്, ഇത് വാങ്ങി നട്ടതാണേ. ഇതിൽ ഞങ്ങൾ കുറേ മുളക് പറിച്ചായിരുന്നു, സാമ്പാർ മുളക്. കണ്ടോ, നല്ല രസമല്ലേ? പക്ഷേ വെയിലായതുകൊണ്ടാണ് ഇത്രയും വാടിയൊക്കെ നിൽക്കുന്നത്. പിന്നെ ഇതുപോലെ വഴുതണയാണെങ്കിൽ പൂ പൂക്കുന്നു, പൊഴിഞ്ഞു പോകുന്നു. അതെന്താണെന്നൊന്ന് കമൻറ്റ് ചെയ്യണേ അറിയാവുന്നവർ. പൂ ഇഷ്ടം പോലെ വരുന്നുണ്ട്, പക്ഷെ അത് പൊഴിഞ്ഞു പോകുന്നു. പിന്നെ ആരോ പറഞ്ഞിങ്ങനെ പോളിനേഷൻ നടക്കാത്തതുകൊണ്ടായിരിക്കുമെന്ന് പറഞ്ഞു. ഞാൻ പിന്നെ അതുകൊണ്ട് പോളിനേഷൻ നടക്കാൻ വേണ്ടി പൂക്കളൊക്കെ കൊണ്ടുവന്ന് ഇവിടെ അതിൻ്റെ അടുത്തായിട്ട് ഇങ്ങനെ പൂക്കളൊക്കെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. എല്ലാത്തിലും പൂ വരുന്നുണ്ട്. കണ്ടോ, നിറച്ച് പൂ വരുന്നുണ്ട്. കണ്ടോ, നല്ല ഭംഗിയില്ലേ? നല്ല ആരോഗ്യമുള്ള വഴുതന ചെടിയല്ലേ? കണ്ടോ, ഇത് സുന്ദരി ചീരയാണ്. ഞാനത് വിളവ് 2-3 പ്രാവശ്യം വിളവെടുത്തതാണ്. ഇത് ഞാനിങ്ങനെ പരീക്ഷണാർത്ഥം നട്ടതാണേ. ഇത് കോളിഫ്ലവറാണ്, ശീതകാല പച്ചക്കറിയാണ്. പക്ഷേ ഞാൻ പറഞ്ഞു, ശീതകാലം ആണെങ്കിൽ നമുക്കൊന്ന് വെച്ച് നോക്കാം. ഈ നല്ല വെയിലത്താണ് ഞാനിത് വെച്ചേക്കുന്നത്. പക്ഷേ അത്ര പുഷ്ടിയില്ലെങ്കിലും ഒരു സാമാന്യം നല്ലതായിട്ടുണ്ട്. അതിന് നമുക്ക് കാ വരുമോ എന്ന് നോക്കാം. സുന്ദരി ചീര വിളവെടുത്ത് കഴിഞ്ഞു. ഇതാ കണ്ടോ, ഇനിയും നിൽക്കുകയാണ്. ഇതും അതുപോലെ തന്നെ ക്യാബേജ് വെയിലത്തായതുകൊണ്ട് നല്ലതായിട്ടിങ്ങനെ, ക്യാബേജല്ല കോളിഫ്ലവർ, അതിങ്ങനെ വാടി നീണ്. പിന്നെ വഴുതന നന്നായിട്ട് എല്ലാറ്റിലും മൊട്ട് വരുന്നുണ്ട്. കാ വരുന്നില്ല. ഇതാ ഇതിലൊരു കാ വന്ന് നിൽപ്പുണ്ട്. അതാ കണ്ടോ, കാണാമോ? ഇതാ വയലറ്റിൻ്റെ, ഇത് കത്രിക്കയാണ്. വേണ്ട, ഇതിലൊരു കാ വന്ന് നിൽപ്പുണ്ട്. ബാക്കിയെല്ലാം ഇങ്ങനെ പൂ വരുന്നു, പൊഴിഞ്ഞു പോകുന്നു. അപ്പോൾ ഇത്രയും മൂട് ഞാൻ വഴുതന വെച്ചിട്ടുണ്ട്. 1, 2, 3, ഇതാ ഇവിടെ 1, 4, 5, ഇതാ 6 മൂട് വഴുതന ഞാൻ വെച്ചിട്ടുണ്ട്. അപ്പം എനിക്ക് ആവശ്യമുള്ള വഴുതന ഇത് കായ്ക്കുകയാണെങ്കിൽ കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പം നിങ്ങളും വെക്കുക. ഓക്കേ.